എന്താ എല്ലാരും തൂങ്ങി പിടിച്ചിരിക്കണേ? ദേ അച്ഛൻ വക്കീൽ നോട്ടീസ് അയച്ചേക്കണു. വക്കീൽ നോട്ടീസോ? ആ ദാ. ഇതത്ര പ്രശ്നമുള്ള കേസൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, വക്കീൽ നോട്ടീസ് കിട്ടിയപ്പോ ഹരിയേട്ടൻ ആകെ പേടിച്ചു. അപ്പൊ ഞങ്ങളോ? പണം കൈപ്പറ്റിയതായിട്ടോ തിരിച്ചു കൊടുത്തുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തോ നിങ്ങൾ ആരും വാദി ചന്ദ്രശേഖര മേനോൻ എഴുതി കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ. ഞങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഞാനും കൊടുത്തിട്ടില്ല. വാക്കാലുള്ള കരാറല്ലേ ഉള്ളൂ. അതെ. പിന്നെന്തിനാ പേടിക്കുന്നേ? അല്ല സാർ, ഈ തറവാട് എന്റെ പേരിൽ എഴുതി തന്നായിട്ടുള്ള രേഖയുണ്ടല്ലോ, അതുമല്ല കുഴപ്പം ചെയ്യൂ? എന്തു കുഴപ്പം? സർവ്വ സ്വാതന്ത്ര്യത്തോടുകൂടി വിൽക്കാനുള്ള അവകാശം എഴുതി തന്ന പത്രമല്ലേ? അതിൽ പ്രത്യേകിച്ച് നിബന്ധനകളൊന്നും പറഞ്ഞിട്ടുമില്ലല്ലോ. അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലേ? നിങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിനൊക്കെ സാക്ഷികളായിട്ട് നിങ്ങളല്ലാതെ പുറത്തുനിന്ന് വേറെ ആരും ഇല്ലല്ലോ. ഇല്ല. ഗുഡ്. അപ്പൊ പിന്നെ കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. We can proceed this case. Yes, you can proceed. ഒന്നാം കക്ഷി മേലേപുരയ്ക്കൽ ഹരികൃഷ്ണ മേനോൻ, രണ്ടാം കക്ഷി ഗോപികൃഷ്ണ മേനോൻ, മൂന്നാം കക്ഷി ചിറ്റാരത്ത് ബാലകൃഷ്ണൻ ഭാര്യ സുമിത്ര എന്നിവർ താങ്കളുടെ മക്കളല്ലേ? പറയൂ, മക്കളാണോ? അതെ. നിങ്ങൾ മദ്യപിക്കാറുണ്ടോ? Ask the necessary questions only. My question is necessary in this case, Your Honor. Yes, proceed. പറയൂ, മദ്യപിക്കാറുണ്ടോ? വല്ലപ്പോഴും. പലപ്പോഴും മദ്യപിച്ച് ലക്ക് കെട്ട് എന്റെ കക്ഷികളോട് മക്കളെന്ന പരിഗണന പോലും ഇല്ലാതെ പ്രകോപനമുണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറിയിട്ടുണ്ടോ? വാദിക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും വക്കാലത്ത് ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. വാദിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആരെയെങ്കിലും പ്രകോപിപ്പിക്കുന്ന തരത്തിൽ മദ്യപിക്കുന്ന ശീലമുള്ള ആളല്ല ഞാൻ. ഒബ്ജക്ഷൻ, യുവർ ഓണർ. മദ്യപിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിനെ സഹികെട്ടി ചോദ്യം ചെയ്ത എന്റെ കക്ഷികളെ നിർദാക്ഷിണ്യം അസഭ്യങ്ങൾ പറയുകയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുവന്ന അവരുടെ അമ്മയെ വാദിയോടൊപ്പം ചെല്ലാൻ വിസമ്മതിച്ചിട്ടും സ്വന്തം ഭാര്യ എന്ന അവകാശവാദം ഉന്നയിച്ച് ബലപ്രയോഗത്താൽ പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തയാളാണ് വാദി. നീചവും ക്രൂരവുമായ ഈ പ്രവൃത്തിക്കെതിരെ പ്രതികരിച്ച എന്റെ കക്ഷികളോട് പകപോക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്രയും ഭീമമായ ഒരു തുക കടമായി വാങ്ങിയെന്ന കള്ളക്കേസ് കെട്ടിച്ചമച്ചിരിക്കുന്നത്. രണ്ടാം കക്ഷിയായ ഗോപികൃഷ്ണൻ വാദിയുടെ മദ്യപാനശീലത്തെ പേടിച്ച് വിവാഹം ചെയ്തു കൊടുക്കാനുണ്ടായിരുന്ന ഇളയ സഹോദരിയുടെ ഭാവിയെ കരുതിയാണ് തറവാട് സർവ്വവിധ സ്വാതന്ത്ര്യത്തോടു കൂടി വിൽക്കാനുള്ള അവകാശം എഴുതി വാങ്ങിയത്. ഒന്നാം കക്ഷിയായ ഹരികൃഷ്ണ മേനോൻ 1,00,000 രൂപയും രണ്ടാം കക്ഷിയായ ബാലകൃഷ്ണൻ ഭാര്യ സുമിത്ര 50,000 രൂപയും കടമായി വാങ്ങിയെന്ന വാദിയുടെ ആരോപണം നീതിക്ക് നിരക്കാത്തതും ശുദ്ധ അസംബന്ധവുമാണ്. അല്ല, ഞാൻ ബോധിപ്പിച്ചതൊക്കെ സത്യമാണ്. സത്യമാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും രേഖകളുണ്ടോ? രേഖകളോ സാക്ഷികളോ ഉണ്ടോ? ഈശ്വരനാണ് എന്റെ സാക്ഷി. ഈശ്വരൻ കോടതിയിൽ വന്ന് സാക്ഷി പറയോ? പറയും. യുവർ ഓണർ, വാദിക്ക് മാനസികമായി എന്തോ തകരാറുള്ള ആളാണ്. എനിക്കൊരു മാനസിക രോഗവും ഇല്ല. ഈശ്വരനും കുഞ്ഞുങ്ങളും ഒന്നാണെന്നാ ഞാൻ കരുതണേ. എനിക്ക് വേണ്ടി എന്റെ ഉണ്ണിക്കുട്ടൻ സാക്ഷി പറയും. ഇപ്പോൾ കോടതിയിൽ ഹാജരുള്ള ഉണ്ണിക്കുട്ടന്റെ മൊഴി കേൾക്കാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് ദയയുണ്ടാവണം. വാദിക്ക് സാക്ഷിയെ വിസ്തരിക്കാം. മോനെ, മുത്തച്ഛൻ കള്ളു കുടിച്ചിട്ട് വീട്ടിൽ ബഹളം ഉണ്ടാക്കാറുണ്ടോ? പറ മോനെ. മോന്റെ ഡാഡിക്കും ചെറിയച്ഛനും വലിയമ്മയ്ക്കും പണവും വീടിന്റെ ആധാരവും കൊടുത്തത് മോനും കണ്ടതല്ലേ? തിരിച്ചു തരാന്നും പറഞ്ഞല്ലേ മുത്തച്ഛൻ്റെ കയ്യിൽ നിന്ന് അവരതൊക്കെ വാങ്ങിയത്? മോനും കേട്ടതല്ലേ? പറയൂ മോനെ, മുത്തച്ഛൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ? പറ എന്റെ ഉണ്ണി. തിരിച്ചു കൊടുക്കാവെന്ന് പറഞ്ഞ് പണം വാങ്ങിയത് മോൻ കണ്ടതാണോ? This case adjourned to 20th of this month for the judgment.
എടുത്തു. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? ഓടാ. മിണ്ടി പോരുത്. നടക്കടാ. ഉണ്ണിക്കുട്ടന്റെ മൊഴി നമുക്കൊരു വലിയ അടിയായി പോയി. 10 വയസ്സിന് താഴെയല്ലേ ഉള്ളൂ. ഇറ്റ്സ് എ സ്ട്രോങ് എവിഡൻസ്. ഒരു ജപ്തി വരെ പ്രതീക്ഷിക്കാം. ഓ ഇത് പറയാനാണോ തന്നെ ഞങ്ങൾ വക്കാലത്തെ എന്നോട് ചൂടായിട്ടെന്താ കാര്യം? കുട്ടി സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇനിയിപ്പോ എന്താ സാർ ചെയ്യുക? നേരെ ചെന്ന് കാല് പിടിക്കുക. എന്തായാലും അച്ഛനല്ലേ. ഛേ ഇനി ചെന്ന് അച്ഛന്റെ കാല് പിടിക്കാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് തോന്നണ്ടോ അച്ഛൻ കോംപ്രമൈസിന് സമ്മതിക്കുമെന്ന്? അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റിയ ഒരാളേ ഉള്ളൂ. എനിക്കറിയാം എന്റെ കുട്ടികള് വരുമെന്ന്. ഓഹോ, അപ്പൊ വരുത്താൻ വേണ്ടിയായി ചതിയൊക്കെ ചെയ്തതല്ലേ? ചതിയോ? ഞങ്ങളെ കോടതി കയറ്റി വിസ്തരിച്ചപ്പോ അച്ഛനും അമ്മയും സന്തോഷമായല്ലോ അല്ലേ? ഇനി ഞങ്ങൾ തെരുവിലേക്കും കൂടെ ഇറങ്ങിയ തൃപ്തിയാകും. എന്തൊക്കെയാ ഈ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ആഹാ, അപ്പൊ അമ്മ ഇതൊന്നും അറിഞ്ഞില്ലേ? ദേ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ അമ്മ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന്. ഞങ്ങൾക്കെതിരെ അച്ഛൻ കേസ് കൊടുത്തിരിക്കുക. അതിനും വേണ്ടി എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തത്? ഉണ്ണിക്കുട്ടനെ ഒരച്ഛൻ കോടതി കയറ്റി വിസ്തരിച്ചു. ഈശ്വരനാണേ, ഇതൊന്നും അമ്മ അറിഞ്ഞതല്ല മക്കളെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അമ്മ അച്ഛനോട് പറയണം. കോടതി നിന്ന് ജപ്തി വല്ലതും വന്ന് പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അമ്മ പറഞ്ഞ അച്ഛൻ കേക്കും. മക്കള് തെരുവി തെണ്ടി കിടക്കുന്നത് കാണാൻ അമ്മയ്ക്ക് ഇഷ്ടമാണോ? മക്കൾ അകത്തേക്ക് വാ, അച്ഛൻ വരട്ടെ, നമുക്ക് ഒരുമിച്ച് പറയാം. വേണ്ടമ്മേ, അകത്തേക്ക് ഞങ്ങളില്ല. വീട് അതിക്രമിച്ച് കയറിയെന്ന് പറഞ്ഞ് അച്ഛൻ അതിന് വേറെ കേസ് കൊടുക്കും. ഞങ്ങൾ അമ്മയെ കാണാൻ വന്നതാ. അമ്മ പറഞ്ഞാ മതി. പറയില്ലേ? പറയാം, ഒക്കെ പറയാം. നിങ്ങൾക്ക് വേണ്ടിയല്ലാതെ വേറെ ആർക്ക് വേണ്ടി അമ്മയ്ക്ക് പറയാനുള്ളത്? ആ എന്നാ പിന്നെ ഞങ്ങൾ നിൽക്കുന്നില്ല. ഇനിയിപ്പോ അച്ഛൻ വന്നാ ചിലപ്പോ ചങ്ങനാശ്ശേരിന്നും കടുത്തുരുത്തിന്നും ഇല്ലിക്കെന്നും ഒക്കെ കുറെ കൊള്ളക്കാര് വന്നിട്ട് പോയിന്ന് കേട്ടു. എന്താ വിശേഷം? നമ്മുടെ മക്കളെ കോടതി കയറ്റിയല്ലേ? ആ കയറ്റി വിസ്തരിക്കുകയും ചെയ്തു. നാളെ വിധിയാ. എന്താ എന്നോടെന്താ ഒരു വാക്ക് പറയാഞ്ഞേ? ജീവിതത്തില് ഭാര്യമാരോട് പറയേണ്ടാത്ത കാര്യങ്ങളുണ്ടെന്ന് ബോധ്യപ്പെട്ടത് ഇപ്പോഴാണെന്ന് കൂട്ടിക്കോളൂ. മക്കൾക്കെതിരെ അച്ഛൻ കേസ് കൊടുക്കാന്ന് പറയണത് ലോകത്ത് ആദ്യമായിട്ടുണ്ടായ മഹാസംഭവം അല്ലല്ലോ. അച്ഛനമ്മമാരോടുള്ള കടമ സ്നേഹത്തോടെ ചെയ്യണവരാ മക്കള്. അത് മറക്കണൊരു മക്കളല്ല. കടമകള് ചെയ്യോ ചെയ്യാതിരിക്കോ, മക്കള് നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവളെ അമ്മയാകൂ. അവര് നമ്മളെ ചവിട്ടി പുറത്താക്കിയതിന്റെ വേദന മറന്നോ പാറൂട്ടി? വയറ്റി കിടക്കുമ്പോ അവര് ചവിട്ടിയ വേദന ഒരുപാട് അനുഭവിച്ചതാ. ഇപ്പൊ ഇതൊന്നും വേദനയായിട്ട് എനിക്ക് തോന്നണില്ല. വേണ്ട മേന്നെ, കുട്ടികളെ വേദനിപ്പിച്ചിട്ട് നമുക്കൊന്നും നേടണ്ട. എന്താ ഒന്നും മിണ്ടാത്തെ? അവർക്ക് മാപ്പ് കൊടുക്കില്ലെന്നാണോ? അവരോട് പൊറുക്കില്ലെന്നാണോ? അവരോട് പുറത്തൊന്നും പറയാതെ എന്നോട് ഇനി മിണ്ടണ്ട. വേണ്ട, എന്നോടൊന്നും പറയണ്ട. എന്റെ കുട്ടികളോട് പൊറുക്കാതെ എന്നെ ഇനി കാണണ്ട. എന്നോടൊന്നും പറയും വേണ്ട.